ലോകകപ്പ് പ്രീ ക്വാർട്ടറിലെ ആവേശ പോരാട്ടത്തിൽ മെക്സിക്കോയെ പരാജയപ്പെടുത്തി ക്വാർട്ടറിലേക്ക് മുന്നേറിയ ഇംഗ്ലണ്ട് ക്യാമ്പിൽ ആശങ്ക. ടീമിലെ പ്രധാന പ്രതിരോധ താരം ജാരൻ ക്വാൻസയ്ക്ക് ഫിഫയുടെ 2 മത്സരങ്ങളുടെ വിലക്ക്. മെക്സിക്കോക്കെതിരായ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതാണ് ലിവർപൂൾ താരത്തിന് തിരിച്ചടിയായത്. ഇതോടെ ശനിയാഴ്ച മിയാമിയിൽ നോർവേക്കെതിരെ നടക്കുന്ന നിർണായക ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ക്വാൻസയ്ക്ക് കളിക്കാനാവില്ല. ഇംഗ്ലണ്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയാലും താരത്തിന് പുറത്തിരിക്കേണ്ടി വരും. ഇംഗ്ലണ്ട് ഫൈനലിലെത്തിയാൽ മാത്രമേ ഇനി ക്വാൻസയ്ക്ക് ടീമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ. മെക്സിക്കൻ മുന്നേറ്റ നിരയെ തടയാനുള്ള ശ്രമത്തിനിടയിൽ ടാക്ലിങ്ങിനിടെ ക്വാൻസയുടെ ബൂട്ടിന്റെ അടിഭാഗം എതിർ താരത്തിന്റെ ശരീരത്തിൽ കൊള്ളുകയായിരുന്നു. റഫറി ആദ്യം ഫൗൾ മാത്രം വിധിച്ചെങ്കിലും വീഡിയോ അസിസ്റ്റന്റ് റഫറി റിവ്യൂയിലൂടെ ടാക്ലിങ്ങിന്റെ കാഠിന്യം പരിശോധിച്ച ശേഷമാണ് താരത്തിന് നേരിട്ട് ചുവപ്പ് കാർഡ് നൽകിയത്. ഫിഫയുടെ കടുത്ത അച്ചടക്ക നടപടിയെ തുടർന്ന് വിലക്കിനെതിരെ അപ്പീൽ നൽകാൻ സാധിക്കില്ലെന്ന് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചു. ഇംഗ്ലണ്ട് പരിശീലകനായി ചുമതലയേറ്റ ശേഷം ടീമിനെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന തോമസ് ടുഹലിന് ഈ വിലക്ക് കനത്ത പ്രഹരമാണ്. ടൂർണമെന്റിലുടനീളം മികച്ച ഫോമിലായിരുന്ന ക്വാൻസയുടെ അഭാവം ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരയുടെ താളം തെറ്റിച്ചേക്കാം. നിലവിൽ ഇംഗ്ലണ്ടിന്റെ മറ്റു പ്രധാന പ്രതിരോധ താരങ്ങളും പരിക്കിന്റെ പിടിയിലാണ്. ക്വാൻസയ്ക്ക് കൂടി വിലക്ക് വന്നതോടെ നോർവേയുടെ എർലിംഗ് ഹാലൻഡിനെ പോലുള്ള ലോകോത്തര സ്ട്രൈക്കർമാരെ തളയ്ക്കാൻ ടുഹലിന് പ്രതിരോധത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും. ശനിയാഴ്ച മിയാമിയിലാണ് ഇംഗ്ലണ്ട് നോർവേ ക്വാർട്ടർ പോരാട്ടം.